ഹായ്, എല്ലാവർക്കും ജോയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു വെറൈറ്റി അച്ചാറാണ് ഇടുന്നത്. അത് റംബൂട്ടാൻ കൊണ്ട്. ഇപ്പോൾ അതിൻ്റെ സീസണാണല്ലോ എല്ലാം നാട്ടുമ്പുറങ്ങളിലൊക്കെ. അപ്പോൾ നമുക്കത് വെച്ചൊരു അച്ചാർ സിമ്പിളായിട്ട് ഒരച്ചാർ റെഡിയാക്കി നോക്കാം. എന്നാൽ വളരെ ടേസ്റ്റാണ് താനും. സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാം നമുക്ക്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ എടുത്തേക്കുന്ന റംബൂട്ടാൻ ഒരു കുറച്ച് പഴമുണ്ട്, ബാക്കി പച്ചയേ ഉള്ളൂ. ഞാനൊരു 10-15 എണ്ണം എത്തിന്ന് പൊട്ടിച്ചെടുക്കുന്നുള്ളൂ. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, അച്ചാറുപൊടി, കാശ്മീരി ചില്ലി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾ, കടുക്, ഉലുവാപ്പൊടിയാണ്, ഉലുവാപ്പൊടി, കായം, നല്ലെണ്ണ. അപ്പം നമുക്ക് ആദ്യമേ ഈ റംബൂട്ടാൻ ഒന്ന് പൊട്ടിച്ച് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. കത്തിയൊന്നുമില്ല, നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇത് പൊട്ടിച്ച് നമുക്ക് എടുക്കാവേ. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാവേ. ചേർക്കുന്നത് നല്ലെണ്ണയാണ്. നമുക്ക് ആദ്യം ചട്ടി ചൂടാക്കി നമുക്കതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അച്ചാറൊക്കെ ഇടുന്ന മൺചട്ടിക്കകത്താണ്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലെണ്ണ ഇല്ലെന്നോർത്ത് നമ്മുടെ കയ്യിലുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ ഒഴിച്ചാണേലും ഇതിടാം. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങ് കടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനകത്തേക്ക് നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ അതിനകത്തേക്ക് നന്നായിട്ട് കിടന്ന് മൂത്ത് എങ്കിലല്ലേ മുളകിൻ്റെ പച്ച ഇതൊക്കെ ഒന്ന് മാറുള്ളൂ. രണ്ട് സ്പൂണ് അച്ചാർ പൊടി. ഇത് ഒത്തിരി ഇല്ല, കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ 1 സ്പൂണ് എരിവില്ലാത്ത കാശ്മീരി മുളക്, കളറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾ പൊടി. ഇനി നമുക്കിതൊരു സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ച് കൊടുക്കാം. അത് ഈ പൊടി അതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതങ്ങോട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ വെള്ളം ഒഴിച്ച് ചാലിച്ചിടുന്നത്. അപ്പോൾ നമുക്കിനി ഈ ചാലിച്ച പൊടി ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കും. ഇനി നമുക്കിത് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നോടം വരെ നമുക്ക് ചെറു തീയിലിരുന്നൊന്ന് അരപ്പെല്ലാം കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം.
എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റംബൂട്ടാൻ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വെള്ളമൊന്നുമില്ലതാ. ഇനി നമുക്കിത് വേവൊന്നും വേണ്ട, ഇങ്ങനെ ഒത്തിരി തിളയ്ക്കൊന്നും വേണ്ട. ചെറുതീയിലിരുന്ന് ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ച് അങ്ങനെ നമ്മളെ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും വിനാഗിരിയുടെ ആ പുളിയും പിന്നെ ആ റംബൂട്ടാൻ ഓൾറെഡി ഒരു ചെറിയ മധുരം ഉണ്ടല്ലോ, അപ്പോൾ നല്ലൊരു ചെറിയൊരു മധുരവും എരിവും എല്ലാം കായത്തിൻ്റെ ചുവയും എല്ലാം നല്ലൊരു അടിപൊളി അച്ചാർ. ഇതെല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറയാൻ പറ്റിയതുള്ളവരൊക്കെ റംബൂട്ടാൻ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു കാറ്റ് എയർ കിടക്കാത്ത കണ്ടെയ്നറിനകത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും ഇരിക്കും. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് ഇത് കേടായി പോവുമോ പൂപ്പലോ പിടിക്കുകയോ ഒന്നുമില്ല. റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം കിട്ടുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.